ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു യൂണിഫോമിൻ്റെ വർക്കും പെരുന്നാളിൻ്റെ വർക്കും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ യൂണിഫോം സ്കൂൾ തുറക്കുന്നതിന് എന്താ പറയുക, കുറച്ച് 4-5 ദിവസം മുന്നുള്ള വീഡിയോ മുതൽ ഇങ്ങോട്ട് ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഏത് ദിവസം എങ്ങനെയെന്നൊന്നുമില്ല, ഞാനിങ്ങനെ കുറേശ്ശൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു വ്ളോഗാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കുറച്ച് നേരത്തെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ ഓൾട്രേഷൻ വർക്കുകളുണ്ട് പെരുന്നാളിൻ്റെയും ഒക്കെ. അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോട്ടാണ് കേട്ടോ. ഇതൊരു രാത്രിയിലാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ ഈ ഓവർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൊരു ചെയറാണ് കേട്ടോ, അതിലാണ് ആളുടെ ഉറക്കം. അപ്പം ഞാനവിടെ നിന്നിട്ടാണ് ഓവർലോക്ക് ചെയ്യുന്നത് കേട്ടോ, അതിനെ എണിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. സ്കൂൾ എന്നാൽ 2-ാം തീയതി ആണ്ടല്ലോ തുറന്നത്. അപ്പോൾ 1-ാം തീയതി രാത്രിയാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ചെയ്യണത്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടിക്ക് ഈ ഒരു കോട്ട് ഇട്ടിട്ട് പോകണം, യൂണിഫോം കോട്ട് ഉണ്ടല്ലോ ഗേൾസിൻ്റെ, അതാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് അത് ഇടണം പറഞ്ഞിട്ട്, അപ്പോൾ അത് കഴിയുകയാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ അതിന് കോളറാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണത്, കട്ട് ചെയ്യാൻ പോണത് കേട്ടോ. ക്യാൻവാസിൽ, ഷർട്ടിൻ്റെ ക്യാൻവാസിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു കോട്ട് സ്റ്റിച്ച് ചെയ്യാനൊന്നും പഠിച്ചതൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പഠിക്കാൻ പോയപ്പോൾ അങ്ങനെ പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടൊക്കെ, അത് പുറത്തേക്കല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്തത്, മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാട്ടോ കോട്ട് ഇങ്ങനെയാണ്. 2 സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുള്ള കോട്ടാണ് കേട്ടോ. ടെക്കൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു കോളറാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനത്തെ കോളർ, ഇതിന് എന്തെന്നാണ് പറയാമെന്ന് എനിക്കറിയില്ല. ഈ ഒരു കോളറാണ്. ഇത് ഞാൻ പഠിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പഠിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളിൽ കൂടെ ഞാൻ നേടിയെടുത്ത ഓരോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് മോൾക്ക് ഞാൻ സ്കൂൾ യൂണിഫോം ഇതുപോലെ കോട്ട് ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു കേട്ടോ പുറത്ത് കൊടുത്തിട്ട്. അപ്പോൾ നോക്കുമ്പോൾ 400 രൂപ ആയിരുന്നു കേട്ടോ അന്ന്, ഒരു 5 കൊല്ലം മുന്നേ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ എനിക്ക് അത് പഠിക്കണം എന്നുള്ളൊരിത് തോന്നിയിട്ട് ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ചെയ്തേക്കണതെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ വീഡിയോയും കൂടി കണ്ടിട്ട് യൂട്യൂബിൽ അങ്ങനെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ രണ്ടും കൂടിയിട്ടാണ് ഞാനിത് ചെയ്ത് പഠിച്ചത് കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്കും കൂടെ കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ഒരു കുഴപ്പമില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിന് ബട്ടൺസ് അടിക്കാൻ പോവുകയാണ് കേട്ടോ. ബട്ടൺ ഹോളും ബട്ടൺസും ഇടാൻ പോവുകയാണ്. അപ്പോൾ അത് രാത്രി തന്നെയാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഞാൻ 4-5 വർഷം മുന്നേ ചെയ്യിക്കണമ്പോൾ 400 രൂപയായിരുന്നു കേട്ടോ. ഞാനിതിന് സ്റ്റിച്ചിങ് ചാർജായിട്ട് വാങ്ങിക്കണത് 250 രൂപയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 200 രൂപ ഞാൻ വാങ്ങിച്ചു തരുന്നുള്ളൂ. ഇപ്രാവശ്യം 250 ഞാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത് ഓവറാണോ കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ എഫേർട്ടിനനുസരിച്ച് എനിക്ക് 250 വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട്. പുറത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട് തോന്നണം കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ചെയ്യിപ്പിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, 400 ആയിരുന്നു. ഇതൊരു 4 വർഷം മുന്നേ കേട്ടോ, ഇപ്പോഴൊന്നല്ല. അപ്പം ഇനിയിപ്പോൾ അവർ കൂടുതൽ മേടിക്കണതാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പഠിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ചതാണ്. പിന്നെ അത് പുറത്തേക്ക് നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ തരുന്നവരുണ്ടാവില്ല. അപ്പോൾ അവർ ചോദിക്കും കോട്ട് ചെയ്ത് തരുമോ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബട്ടൺ ഹോൾ അടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. അത് കണ്ടില്ലേ, ഈ ഒരു മെഷീനിൽ സുഖമാണ് കേട്ടോ ബട്ടൺ ഹോൾ അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തുന്നിയെടുക്കുകയൊന്നും വേണ്ട. ഈ ഒരു ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകലം കാര്യങ്ങളൊക്കെ നമ്മൾ ബട്ടൺ വെച്ചിട്ട് അതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര വീതി വേണമെന്നുള്ളത് മനസ്സിലാവട്ടോ. പിന്നെ ഈ ഒരു ബട്ടൺ ഹോളിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ, ആ ഇതിൽ ഓപ്ഷൻ അതിലിട്ടിട്ട് പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 0യുടെയും 1ൻ്റെയും കൂടി നടുവിലിടുക കേട്ടോ. എന്നിട്ടാണ് സിക്സാഗ് മാറ്റിയിട്ട് നമ്മൾ ബട്ടൺ ഹോളിൻ്റെ ഓപ്ഷൻ ഇടുക.
അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യണത്. ഇത് കുറേ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഞാനും ഇന്നാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നത്തെ വീഡിയോയിൽ. പിന്നെ ബട്ടൺ അടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബട്ടൺസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ അടിയിലൊരു ലോക്ക് മാറ്റാനുണ്ട്, അത് ഞാനിതിൽ കാണാനില്ല കേട്ടോ എടുത്ത വീഡിയോ. ഒരു എന്താ പറയുക, അടിയിൽ നമ്മൾ ഒരു ലോക്കൊന്ന് അങ്ങോട്ട് തട്ടി കൊടുക്കേണ്ടതുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിത് എടുത്തോൽ വീഡിയോയിൽ പെട്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ബട്ടൺസ് ഇതുപോലെ ബട്ടൺ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സിക്സാഗ് സ്റ്റിച്ചിലിട്ടിട്ട് ആ ഒരു ബട്ടൻ്റെ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ അകലത്തിനനുസരിച്ച് സൂചിനെ സിക്സാഗ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ സ്റ്റിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കോട്ട് മാത്രമല്ല അവർക്ക് ഒരു പാൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, നോർമൽ പാൻറ്റ്, നമ്മുടെ യൂണിഫോം പാൻറ്റ് ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം സ്കൂളിൽ ഇടാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ അവർ അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ കൊണ്ടുപോയത്, അന്ന് വൈകിട്ടോ എപ്പോഴാണ് കൊണ്ടുപോയത്, അന്ന് അവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാൻറ്റും കോട്ടും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടീമിൻ്റെ ഇത് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ടീമിൻ്റെയാണ്. പിന്നെ അടുത്ത ടീമിൻ്റെ ഷർട്ടാണ് കേട്ടോ. ഇതിൽ 2 ഷർട്ട് ചെയ്യാനുണ്ട്, പിന്നെ ഒരു ടോപ്പ് ഇത് ബോയ്സിൻ്റെ 2 ഷർട്ടും പിന്നെ ഗേൾസിൻ്റെ ഒരു ടോപ്പ് ചെയ്തിട്ട് അതിൽ സ്ലീവ് ഇതിൽ നിന്ന് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. സ്ലീവ് ഇതാണ് വെക്കണത്. പിന്നെ പാൻറ്റ് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെക്കുക, രാത്രിയിൽ തന്നെ ആ ഒരു ഷർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ അതിൻ്റെ പാൻറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടോപ്പ്, അതൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാതും കൂടിയിട്ട് ഒരു എന്താ പറയുക, പാൻറ്റിനും ടോപ്പിനും എല്ലാം കൂടിയിട്ട് ഉള്ള മെറ്റീരിയലാണ് ഇത് കേട്ടോ. ഫുള്ളായിട്ടുണ്ട്. 2 ടോപ്പ് 2 പാൻറ്റ് പിന്നെ ബോയ്സിൻ്റെ 2 പാൻറ്റ് ഒക്കെ ചെയ്യാനുള്ള തുണി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഞാൻ പാൻറ്റ് കട്ട് ചെയ്യണം. അപ്പം ബോയ്സിൻ്റെ പാൻറ്റ് എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത്. എനിക്ക് പേടിയുണ്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ മോനിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ മോനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, യൂണിഫോമായിട്ട് ഇട്ടിട്ട് കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പുറത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അളവുള്ളത് കൊണ്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് അതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാൻറ്റും 2 ഷർട്ടും പിന്നെ അതുപോലെ 2 ടോപ്പിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് തന്നെ ഫിനിഷ് ആക്കിയിട്ട് ഈ ഒരു ദിവസം തന്നെ ഫിനിഷ് ആക്കണം. പിന്നെ ഇത് ടോപ്പിനുള്ള മറ്റേ പാൻറ്റിനുള്ള ബെൽറ്റിൻ്റെ ഭാഗത്ത് ഒരു പട്ട ഉണ്ടല്ലോ, അതൊക്കെ ക്യാൻവാസും ഒക്കെ ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ പാൻറ്റ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാൻറ്റ് ഞാനിതാ കറക്റ്റ് നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തേക്ക് ചെയ്ത് കൊടുക്കാറില്ല, ഞാൻ മോനിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചെയ്തോന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും എനിക്ക് പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ സാധാ കോട്ടിൻ്റെ കോളർ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതിൽ സൈഡിലൊരു പോക്കറ്റ് വരുന്നുണ്ടായിരുന്നു, അത് ഇതിൽ കാണിക്കണില്ല, വീഡിയോ എടുത്തതിൽ പെട്ടിട്ടില്ല കേട്ടോ. അത് ഈ ഒരു സ്ലീവിൻ്റെ സെയിം തുണി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഷർട്ട് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. കോളറിൽ ഈ ഒരു ഭാഗത്ത് ബ്ലൂ പാൻറ്റിൻ്റെ പീസ്, പിന്നെ അതുപോലെ പൈപ്പിങ്, ബട്ടൺ ഹോളിൻ്റെ അവിടെ പൈപ്പിങ്, സ്ലീവിലൊരു പൈപ്പിങ്, പാൻറ്റിൻ്റെ പീസ് കൊണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പണിയുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ജോഡിയാണ് ഇപ്പോൾ കൊടുക്കണുള്ളൂ, ഒരു ജോഡിയും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. അത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ദിവസമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്, 1-2 ദിവസം. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം കളർ ഇട്ട്, 2ാമത്തെ ദിവസം ഞാൻ കൊടുത്തു തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അന്നത്തെ ദിവസം രാത്രിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണത്. പാൻറ്റും ഷർട്ടും പിന്നെ ആ ഒരു ടോപ്പ് കണ്ടില്ലേ, അതും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ പാൻറ്റ് ഇങ്ങനെയാണ്, ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വേറൊരു ഷർട്ടാണ് കേട്ടോ, യൂണിഫോമിൻ്റെ തന്നെ. ഇത് വേറെ സ്കൂളിലത്തെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിറ്റേ ദിവസം കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ കുട്ടികളുടേത് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് നല്ല വശത്താണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്യുക.
നല്ല വശത്ത് കറക്റ്റ് തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അത് ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ആ ഒരു സ്റ്റിച്ചിനോട് ചേർത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇതിപ്പോൾ നല്ല വശമാണ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉൾവശം മറിച്ചെടുക്കും, അകമ്പുറം മറിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് സ്ലീവിൻ്റെ ഒക്കെ റൗണ്ട് ഉണ്ടാവില്ലേ, അത് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യും. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് തയ്യൽ തുമ്പ് ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൽ തയ്യൽ തുമ്പ് കൂടുതൽ പാടില്ല, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് മാത്രമേ പാടുള്ളൂ കേട്ടോ തുമ്പ്, അല്ലെങ്കിൽ പിരിഞ്ഞ് നിൽക്കും ഷർട്ടല്ലേ. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഫസ്റ്റത്തെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കണം കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ്, ആ ഒരു തുമ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട്. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഷർട്ടിലേക്കുള്ള പാൻറ്റാണ് കേട്ടോ ഇപ്പോൾ ഈ ചെയ്യണത്. അപ്പോൾ ഈ ഒരു 2 പാൻറ്റും ഉണ്ട്, ഒരു ഷർട്ടും ഉണ്ട് കേട്ടോ ഈ ഒരു ടീമിൻ്റെത്. അപ്പോൾ ഇത് 2 ബ്ലാക്ക് പാൻറ്റാണ്. ഈ ഒരു രാത്രിയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഒരു ഫ്ലാഷും എല്ലാം കൂടിയിട്ട് വേറൊരു ഭയങ്കര ഒരു പുക പോലെയൊക്കെ തോന്നുന്നുണ്ടാവില്ലേ, ഒരു ബ്ലറായ പോലെ. അതൊക്കെ രാത്രിയിൽ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോയുടെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ തോന്നിക്കണത്. അങ്ങനെ ഈ 2 പാൻറ്റും ഇതുപോലെ തന്നെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് ചെയ്തപ്പോൾ എനിക്ക് ധൈര്യം വന്നു, അതുകൊണ്ട് ഞാൻ ഇവരത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇവരോട് ഞാൻ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, മറ്റേത് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ഒരു ടീമിൻ്റെതും ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മോൾക്കുള്ളത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് 3-ാം തീയതിയാണ് കേട്ടോ ചെയ്യണത്. 4-ാം തീയതിയാണ് സ്കൂൾ തുറക്കണത്. ഇവിടെ കുട്ടികൾക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പാൻറ്റും ഉണ്ടായിരുന്നില്ല, പാൻറ്റും ഷർട്ടും ഇപ്പോൾ കണ്ടില്ലേ, അതും ഇതും ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ. ഇത് മോളുടെ ആണ്, മറ്റേത് വേറെ കുട്ടികളുടെ ആയിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ തുറക്കണത് 4-ാം തീയതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. മോൾക്ക് പിറ്റേ ദിവസം ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് മോനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല, എന്നിട്ട് അവന് പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഇതാ യൂണിഫോമിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് റൂം ഇങ്ങനെയാണ് കേട്ടോ. ഇതൊന്നും അല്ലായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ട് അടിച്ച് കൂട്ടി വെച്ചതാണ്. കുറേ കട്ട് പീസുകൾ നടക്കാനും കസേര വലിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതൊന്നും വൃത്തിയാക്കാൻ പോലും ടൈമില്ല കേട്ടോ, അത്രയും തിക്കും തിരക്കൊക്കെ ആയിരുന്നു. ടൈം ഇങ്ങനെ കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എല്ലാ ടൈമിങ്ങും തെറ്റും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അവർക്ക് പെരുന്നാളാകുമ്പോഴേക്കും മതി പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് യൂണിഫോമൊക്കെ ചെയ്യാൻ നിന്നപ്പോൾ ഇത് അവിടെ ഇരുന്നു. അപ്പോൾ ഇവർക്ക് പെരുന്നാളിന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ തലേദിവസമാണ് തോന്നുന്നു കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യണത്. തലേദിവസം 4-ാം തീയതി 5-ാം തീയതിയോ ഒക്കെ ആയിട്ട് 2 ദിവസം മുന്നേ കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യണത്. യൂണിഫോമിൻ്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊരു ഒരു ടോപ്പാണ്, അധികം ലെങ്ത് ഇല്ലാത്ത ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. വീനക്കിൽ എലാസ്റ്റിക് കൊടുത്തിട്ട്. പിന്നെ മറ്റേത് ലാവൻഡർ കളർ ചുരിദാറാണ് കേട്ടോ, ഒരു നോർമൽ ചുരിദാറാണ്. മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. ഇത് ഒരു ടീമിൻ്റെ അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അത് വെച്ചിട്ട് ഒരു സീക്വൻസും വെച്ചിട്ട് കുറച്ച് വർക്ക് ചെയ്യാനായിട്ടുണ്ട്, ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്യാനാണ്. സീക്വൻസ്, പിന്നെ കട്ട് ബീഡ്സ്, ആരി ത്രെഡ്, പിന്നെ ഒരു ലേസ് കേട്ടോ. ഇത്ര ഐറ്റംസാണ് ഇതിൽ ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ, ഒരുപാട് ഹെവി വർക്കൊന്നുമല്ല. അപ്പോൾ ഇത് ഞാൻ മെഷർമെൻറ്റ് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്തിട്ട് ഞാൻ മോൾക്ക് കൊടുത്തു. മോളാണ് കേട്ടോ, ഞാൻ 1-2 ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ മോള് ചെയ്ത് തരാണ് കേട്ടോ. എൻ്റെ മോളാണ് ചെയ്ത് തന്നത്. പിന്നെ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് കൊടുത്തു. അതിന് ശേഷം ഇതാ മാർക്ക് ചെയ്തിട്ട് മോൾക്ക് കൊടുത്തു കേട്ടോ ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാൻ. അതിന് ശേഷം ഞാൻ ഈ ഒരു സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടില്ലേ, ഇത് ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ചെയ്യണത്. ബ്രൈഡിനല്ല, ബ്രൈഡ് ടു ബിക്ക് അവരെ കൂടെയുള്ള കുട്ടികൾക്ക്, ഒരു 3 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചുരിദാർ വെട്ടി വെച്ചിട്ടുണ്ട് വേറൊരാളുടെ കേട്ടോ. കോട്ടൺ ചുരിദാറാണ്, പക്ഷേ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ് എടുത്തിട്ടില്ല. ലൈനിങ് എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേദിവസമാണ് സംഭവം കേട്ടോ. അപ്പോൾ അതിൽ ലൈനിങ് എടുക്കാൻ മറന്നിട്ടുണ്ട്. ഇതിനും ലൈനിങ് ഇല്ല കേട്ടോ, ഇതിന് ലൈനിങ് എടുക്കാൻ അവർ മറന്നതാണ് കൊടുന്നവർ കേട്ടോ. അപ്പോൾ ഇത് അപ്പുറത്ത് ഇരുന്നിട്ട് മോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ വർക്കാണ്. പിന്നെ നമ്മുടെ സാധാ നോർമൽ നീഡിലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം, അവൾ അത്യാവശ്യം ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ കൂടി ഞാൻ ചെയ്യിപ്പിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മളറിയുന്ന ആളുടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുള്ള കസ്റ്റമറൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് അത്യാവശ്യം അറിയുകയും ചെയ്യാം.
അപ്പോൾ അവളങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഈ അടിയിൽ കാണുന്ന കവറുകളൊക്കെ. പിന്നെ ഇതൊക്കെ മുകളിൽ ഇതിലിപ്പോൾ 2 ദിവസത്തെ ഓൾട്രേഷൻ വർക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ഓൾട്രേഷൻ്റെ വർക്കൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓവർലോക്ക് മെഷീൻ്റെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളറുള്ള, ഇത് എത്ര വീതി എത്ര നീളം എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ പറയണത്. ഇതിൻ്റെ വീതിയും നീളം സെയിം ആണ്, 15 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാൻഡ് വേണ്ടാന്ന് പറയുമ്പോൾ അവർ ഷോപ്പിൽ നിന്ന് തന്നെ അവർ സെറ്റാക്കിയിട്ട് തന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതാ ഗൗണ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പുറത്ത് അവൾ നെക്കിൻ്റെ സ്ലീവിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ഗൗണ് ഞാൻ പറഞ്ഞില്ലേ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള, അത് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്യണ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. പക്ഷേ ലാസ്റ്റിലേക്ക് നല്ല തിരക്കായിട്ട് എനിക്ക് ടൈമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കട്ടിങ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് എന്തായാലും കട്ടിങ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ക്രോസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്, അംബ്രല കട്ടിനൊക്കെ ഇടുന്ന പോലെ ഇട്ടതിന് ശേഷം ഇതാ ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ ആം ഹോൾ മാർക്ക് ചെയ്തു, പിന്നെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇത് സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. ചെസ്റ്റ് റൗണ്ട് ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ആം ഹോൾ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, എത്ര ഇഞ്ച് വേസ്റ്റ് യോക്ക് ലെങ്ത്തൊക്കെ വരുന്നത് നോക്കിയിട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. ഇത് അത്യാവശ്യം ലൂസിലിടുന്ന ഒരു ഡ്രസ്സാന്ന് വെച്ചാൽ നല്ല ഷേപ്പ് അംബ്രല ആയതുകൊണ്ട് ഷേപ്പിൽ കിടക്കില്ല കേട്ടോ. യോക്ക് സെപ്പറേറ്റ് അല്ലല്ലോ, 1 പീസ് അംബ്രല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടുത്തെ, അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൽ നിന്ന് അടിയിലേക്ക് ഈ ഒരു എന്താ പറയുക മെറ്റീരിയലിൻ്റെ ഫുൾ ഫ്ലെയർ ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇത് വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോർണറിൽ നിന്ന് എത്രയാണോ ലെങ്ത്ത് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുൾ അങ്ങനെ തന്നെ നമ്മൾ അംബ്രല ഗൗൺ അംബ്രല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കോർണറിൽ വെച്ചിട്ടാണല്ലോ മാർക്ക് ചെയ്യുക ലെങ്ത്തൊക്കെ. അപ്പോൾ അതുപോലെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ എത്തിയപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇതിൽ പെട്ടിട്ടില്ല. പിന്നെ ഇതിന് കോളർ നമ്മളെ പീറ്റർ പാൻ കോളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കട്ടിങ്ങൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ എടുത്തത് എന്തായാലും ഞാനത് കാണിക്കുകയാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ്ങൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് അവരെടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേദിവസമാണ് ഇത് കട്ട് ചെയ്യണത്, ഒരു ഉച്ചക്കൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ലൈനിങ് എടുക്കണം. പിന്നെ നേരത്തെ കണ്ടില്ലേ ഒരു ചുരിദാർ ഞാൻ വെട്ടി വെച്ചിട്ടുള്ളത്, അതിനും ലൈനിങ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ട് എനിക്ക് പുറത്ത് പോകണം, പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴാണെന്നറിയാം സമയം, പെരുന്നാളിൻ്റെ തലേദിവസമാണിത്. ഈ ഒരു വർക്കുകളും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് എടുക്കാനും പോകണം കേട്ടോ. ലൈനിങ് ഒക്കെ എടുത്തിട്ട് വരണം. എന്നിട്ട് വന്നിട്ട് വേണം കട്ട് ചെയ്തിട്ട് രാത്രിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം പെരുന്നാളിനുള്ളത് കൊടുക്കാൻ. ആ ചുരിദാറൊക്കെ പെരുന്നാളിനുള്ളതാണ്. ഇത് പെരുന്നാളിനല്ല കേട്ടോ, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തേക്ക് 2ാം പെരുന്നാളിന് ഉള്ളതാണ് കേട്ടോ. ബ്രൈഡ് ടു ബി അന്നാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ തികയാത്ത ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അംബ്രല കട്ടിങ്ങൊക്കെ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഈ അടിഭാഗമൊക്കെ. അപ്പോൾ ആ വീഡിയോയിൽ എല്ലാം ഞാൻ ഫുള്ളായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറഞ്ഞത്, ഇതിൻ്റെ ലൈനിങ് എടുക്കാൻ വൈകിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അന്ന് പെരുന്നാളിൻ്റെ തലേദിവസം പറയണത് നോമ്പുണ്ടായിരുന്നല്ലോ, അറഫ ദിനത്തിൻ്റെ അന്നത്തെ നോമ്പും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ നോമ്പും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വൈകിട്ട് എന്താ പറയുക പുറത്ത് പോകുമ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത്. നോമ്പ് തുറക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് രാത്രിയിലാണ് പോയത്, ഇതിൻ്റെ ലൈനിങ് എടുക്കാൻ കേട്ടോ, ഈ 2എണ്ണത്തിൻ്റെയും. പിന്നെ ഞാനിത് ഹാൻഡ് വർക്ക് അവൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലൈനിങ്ങൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ആ ബ്ലാക്ക് കട്ട് ചെയ്തത്. പിന്നെ ഇത് കട്ട് ചെയ്യാൻ മെറൂൺ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ അതിൻ്റെ ലൈനിങ് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്, കറക്റ്റ് കളറല്ല കിട്ടിയത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ, കിട്ടിയത് എടുത്തോ എന്ന് പറഞ്ഞു. രാത്രിയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ ക്ലോസ് ആയി തുടങ്ങിയേക്കണം. അപ്പോൾ കിട്ടിയ കളർ എടുത്തിട്ട് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോന്നു കേട്ടോ.
പിന്നെ ഇതാ നമ്മുടെ ആ ബ്ലാക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് രാത്രിയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നത്. പെരുന്നാൾ രാവിൻ്റെ അന്ന് രാത്രിയിൽ കേട്ടോ, തലേദിവസം പെരുന്നാളിൻ്റെ തലേദിവസം രാത്രിയിൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇതാ കുറച്ച് ഈ ഒരു പോട്ടിലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിലും നെക്കിലുമാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോളിൽ ലേസാണ് കേട്ടോ കൊടുത്തേക്കണത്. പിന്നെ ഫുള്ളായിട്ടില്ല, അതിൻ്റെ ഒട്ടിക്കൽ ഫുള്ളായിട്ടില്ല കേട്ടോ, ഞാൻ ഡമ്മിയിൽ ഇട്ടതാണ്. ഷോളിൽ ഇനി പിറ്റേ ദിവസം വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ സമയം നോക്ക്, പെരുന്നാൾ രാവിലെ 3:28 കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നതാണ് കേട്ടോ. പിറ്റേ ദിവസം പെരുന്നാളല്ല, അപ്പോൾ നമ്മൾ നേരത്തെ എണീക്കണ്ടേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഉച്ചക്കാണ് ഈ ഡ്രസ്സിന് ആവശ്യമുള്ളത്. 2 മണിയാകുമ്പോൾ ഡ്രസ്സ് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം, പെരുന്നാളിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ സീക്വൻസൊക്കെ അവളാണ് കേട്ടോ ഒട്ടിച്ചത്. ഈ ഒരു 2 ലെയർ ലേസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവളാണ് കേട്ടോ ചെയ്തത്, ഞാനല്ല. ഇതൊക്കെ ഞാൻ കിച്ചണിലെ പണികളുടെ ഇടയിൽ ഇവിടെ ഇരുന്നിട്ട് മോള് ചെയ്തു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫുൾ പണി അവൾ തന്നെയാണ് ചെയ്തത്. സ്റ്റിച്ചിങ് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ബാക്കി വർക്കൊക്കെ അവളാണ് ചെയ്തത് കേട്ടോ. സിമ്പിൾ വർക്കായതുകൊണ്ട് പിന്നെ അവളെ ധൈര്യത്തിൽ കൊടുക്കുക എനിക്ക്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ട്, അത് കൊടുത്തത് 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവർ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു 2 മണിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രാവിലെ സമാധാനത്തോടെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നലെ മെറ്റീരിയൽ എടുത്ത് കൊടുന്നില്ലേ തലേദിവസം, ലൈനിങ് ആണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഗൗണൊക്കെ നമ്മൾ ഇന്നലെ മെറൂണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാനൊരു ഉച്ചക്കാണ് കട്ട് ചെയ്യണത്. ഇത് കട്ട് ചെയ്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു 3 പീസ് ഉണ്ട് കേട്ടോ. ഈ 3 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനായിട്ട് കേട്ടോ. പെരുന്നാളല്ലേ, അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണമല്ലോ. 2 ദിവസം വെക്കേഷനുള്ളൂ സ്കൂള്, അപ്പോൾ 2 ദിവസം ലീവ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഇത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടെൻഷനായിട്ടാണ് കേട്ടോ ചെയ്യണത്. എന്താ വെച്ചാൽ കഴിയോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. കഴിയും, പക്ഷെ എന്നാലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പെരുന്നാളിൻ്റെ രാവിലെ ഇത്ര തിരക്കിൽ ഞാൻ ചെയ്യണത്. അപ്പോൾ 3 കട്ട് ചെയ്തതാണ് കാണിച്ചു തന്നത്. പിന്നെ അതിൻ്റെ സ്ലീവുകൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോൾ വേഗം കഴിഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് ആലോചിച്ചിരിക്കാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ സിമ്പിൾ മോഡലായതുകൊണ്ട് തന്നെ വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കൈ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് കേട്ടോ, നല്ല പഫായിട്ടുള്ള സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ കളറ് ഞാൻ പറഞ്ഞല്ലോ, അത് കിട്ടാണ്ടായിട്ട് എടുത്തതാണ് കേട്ടോ. കിട്ടിയ കളർ എടുത്തതാണ്, ഉള്ളിൽ പോണതല്ലേ. അപ്പോൾ അവർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കിട്ടിയത് എടുത്തോന്ന് പറഞ്ഞ്. അവരെടുക്കാൻ മറന്നതാണ്. ഞാൻ വെട്ടാൻ വേണ്ടി എടുത്തപ്പോഴാണ് കേട്ടോ ലൈനിങ് ഇല്ലല്ലോ എന്ന് ചോദിച്ചത്. അപ്പോൾ അവർ മറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യത്തിന് ഈ കളറെങ്കിലും കിട്ടി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു. പിന്നെ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ കറക്റ്റ് ഒരു 3:30 ഒക്കെ ആവുന്നതോട് കൂടിയിട്ട്, വൈകുന്നേരം 3:30 ഒക്കെ ആവുന്നതിനോട് കൂടിയിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്നൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇരുന്നു. ഇത് 3 ലൈനിങ് കട്ട് ചെയ്യലും സ്റ്റിച്ച് ചെയ്യലും അയൺ ചെയ്യലൊക്കെ ആ സമയമാകുമ്പോഴേക്കും തീർന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരത്തെ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്തായാലും രാത്രിയിലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നേരത്തെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. പീറ്റർ പാൻ കോളർ കൊടുത്തിട്ട്, ഈ കോളറിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഓരോ സ്റ്റോൺസൊക്കെ കൊടുക്കായിരുന്നു. പക്ഷേ സ്റ്റോണോ സീക്വൻസ് എന്തെങ്കിലും കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും ടൈം ഉണ്ടായില്ല. പിന്നെ അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അവർ ഓക്കെ പറയും. പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞോട് കൂടിയിട്ട് പെരുന്നാൾ വർക്ക് ഫിനിഷായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വീട്ടിലും പോയിട്ട്, അപ്പോൾ നമ്മുടെ പെരുന്നാൾ പിന്നെയാണ് ആഘോഷിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. നമ്മുടെ പെരുന്നാൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയണ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ്സ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ, മറ്റേ ബ്രൈഡ് ടു ബിയുടെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് തന്നെ ഇടാം കേട്ടോ.
പറഞ്ഞല്ലോ ഈ ഒരു വർക്കിൻ്റെ ഒക്കെ ഇടയിൽ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.